നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ UDF വിജയിച്ചു എങ്കിലും യുവനേതാവായ രാഹുൽ മാങ്കൂട്ടത്തിന് കലികാലമാണ്. തൊട്ടതൊക്കെ തീക്കനലിലാണ്. വെച്ച ചുവടുകളോ അതും പിഴച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും കൈകോർത്ത് CJP ആയി പാലക്കാട് തകർത്താടിയപ്പോൾ അവരെയൊക്കെ മറികടന്ന് വമ്പൻ ഭൂരിപക്ഷത്തിൽ MLA ആയി മിന്നിത്തിളങ്ങിയ മാങ്കൂട്ടത്തിന് പക്ഷേ ഇപ്പോൾ വീരപരിവേഷം നഷ്ടപ്പെട്ട് രാജിയിലേക്ക് ഒരുങ്ങുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനതല യോഗം നടക്കുന്നതിനിടയിലാണ് മാങ്കൂട്ടം സ്ഥാനമൊഴിയുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്. 700 പേരടങ്ങുന്ന യുവനിരയാണ് ആലപ്പുഴയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ യോഗത്തിലേക്ക് KC വേണുഗോപാലും ചെന്നിത്തലയും അടക്കം മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുത്തിരുന്നു. അവിടെ വെച്ച് ഷാഫി പറമ്പിൽ കൂടി നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം കടക്കുന്നത്. MLA ആയി മാങ്കൂട്ടത്തിന് തുടരാമെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാങ്കൂട്ടത്തിന് രാജിവെക്കേണ്ടി വരും. ജനപ്രതിനിധിയായാൽ പിന്നീട് സംഘടനാ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊളുത്താനും സംഘടനയുടെ സജീവ പ്രവർത്തകനായി നിലകൊള്ളാനുമുള്ള സമയമോ സാഹചര്യമോ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒടുക്കം മാങ്കൂട്ടം സ്ഥാനമൊഴിയാൻ തീരുമാനിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രായപരിധി 40 ആക്കാനുള്ള പ്രമേയത്തിലാണ് മാങ്കൂട്ടത്തിന്റെ കാര്യം കൂടി എടുത്തിടുകയും പാലക്കാട് നിന്ന് തന്നെ വന്ന യുവനിരയിലുള്ള ഒരു പ്രതിനിധി മാങ്കൂട്ടത്തിനെതിരെ സ്ഥാനമൊഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നത്. ആലപ്പുഴയിലാണ് 3 ദിവസത്തേക്കായി ക്യാമ്പ് തുടങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ 3-ാം ദിവസമാണ്. ഇന്നലെയായിരുന്നു സംഘടനാ പ്രമേയം അവതരിപ്പിച്ചത്. ഈ സംഘടനാ പ്രമേയത്തിൽ പ്രായപരിധി 40 ആക്കണമെന്നായിരുന്നു പ്രധാനമായിട്ടും പറഞ്ഞത്. നിലവിൽ പ്രായപരിധി 35 വയസ്സാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കണമെന്നും ശരിയായ രീതിയിലല്ല നടന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ സംഘടന നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അനർഹരായ പലരും കേറിക്കൂടി എന്നും സംഘടനാകാര്യ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടെയാണ് നേതാക്കൾ ജനപ്രതിനിധികളായാൽ സ്ഥാനമൊഴിയണമെന്ന് പറയുന്നത്. പക്ഷേ പേരെടുത്ത് വെച്ച് പറഞ്ഞുകൊണ്ടല്ല പ്രമേയം എന്നതും ശ്രദ്ധേയമാണ്. ഇതോടൊപ്പം തന്നെ പുതിയ ഭാരവാഹികളെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലും അല്പം മാറ്റം വരുത്തുന്നുണ്ട്. പുതിയ ഭാരവാഹികളെ കൊണ്ടുവരേണ്ട എന്ന തീരുമാനമാണ് ഇപ്പോൾ സംഘടന എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു ക്യാമ്പ് ആലപ്പുഴയിൽ സംഘടിപ്പിച്ചത്. എന്നാൽ അതേസമയം നിലമ്പൂർ വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ ആരാണ് ക്യാപ്റ്റൻ എന്ന തരത്തിലുള്ള ചില മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ചും യൂത്ത് കോൺഗ്രസ് എതിർപ്പറിയിക്കുന്നുണ്ട്. പാർട്ടിയിൽ ഇത്തരം ക്യാപ്റ്റൻ മേജർ കലാപരിപാടികളൊന്നും വേണ്ട, അതൊക്കെ സ്വയം അപഹാസ്യമാക്കുന്നതിന് തുല്യമാണ് എന്ന തരത്തിലാണ് എതിർപ്പറിയിച്ചത്. ചുരുക്കത്തിൽ അടിത്തട്ടിൽ ഇറങ്ങി പണിയെടുക്കാൻ പാകത്തിനുള്ള യുവത്വത്തെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടലും വിമർശനങ്ങളും ഒക്കെയാണ് യൂത്ത് കോൺഗ്രസ് ഈ ക്യാമ്പിലൂടെ മുന്നോട്ട് വെച്ചത്. ഓരോ വിമർശനവും ഓരോ തെറ്റുതിരുത്തലിനുള്ള സ്പേസ് ആണ് സൃഷ്ടിക്കുന്നത്.